നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ള ലെവൽസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇൻട്രാഡേ ട്രേഡിങ്ങിന് മാത്രമല്ല, നമ്മൾ സ്വിങ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ ലെവൽസ് ഡ്രോ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഫൈൻഡ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. അതായത് സ്വന്തമായിട്ട് പ്രൈസ് ആക്ഷൻ ലെവൽസ് ഡ്രോ ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നമുക്കത് ഡ്രോ ചെയ്യാം എന്നൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, അടുത്ത ദിവസത്തേക്കുള്ള ഇൻട്രാഡേ ലെവൽസ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിഫ്റ്റി ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയും ബാനിഫ്റ്റിയും ഏറെക്കുറെ അത്യാവശ്യം ഒരേ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ വോളറ്റാലിറ്റി കൂടുതലുണ്ട് ബാനിഫ്റ്റിക്ക്. ബാനിഫ്റ്റി 47,000 എന്നൊരു പ്രൈസിലാണ് നിൽക്കുന്നത്, നിഫ്റ്റി 21,000. അപ്പോൾ ആവറേജ് പറയുവാണെങ്കിൽ നിഫ്റ്റി ഏകദേശം ഒരു 40-45 പോയിന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ബാനിഫ്റ്റി ഒരു 100 പോയിന്റ് മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതൽ മൂവ്മെൻറ്റ്സ് വരുന്നത് മിക്ക ദിവസവും ബാനിഫ്റ്റി ആയിരിക്കും. അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ അത്യാവശ്യം ഒരു ഫോൾ കണ്ടൊരു ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ലോ ഇവിടെ അടുത്ത് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് പുതിയ ലെവൽസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് മുമ്പത്തെ ആഴ്ചകളിലോട്ട് പോകണം. കാരണം എന്താണ്, ഇതിന് മുമ്പത്തെ ആഴ്ചകളിൽ മാത്രമേ മാർക്കറ്റ് ആ ഒരു ലെവൽ ട്രേഡ് നടത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നോക്കുവാണെങ്കിൽ ഒരു 5 മിനിറ്റോ 50 മിനിറ്റോ ഇട്ടിട്ട് നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, നമുക്ക് ഈ ചാർട്ടിനകത്ത് സൂം ചെയ്യാൻ പറ്റുന്ന എനിക്ക് ലിമിറ്റ് ഉണ്ടല്ലേ. ഇങ്ങനെ മാറ്റി നോക്കാം, എന്നാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 50 മിനിറ്റ് ഒക്കെ മാറ്റിയിട്ട് ഒരു 1 അവർ ടൈം ഫ്രെയിം ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ ലെവൽസ് നോക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ 1 അവർ ടൈം ഫ്രെയിം ഒക്കെ ഇടാവുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇൻട്രാഡേയിൽ ഇട്ടത് നമ്മൾ ട്രേഡ് ചെയ്യരുത്. നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഇട്ട് ട്രേഡ് ചെയ്യുക. പക്ഷേ അതിട്ട് നമുക്ക് ഡ്രോയിങ്സ് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊരു 1 അവറൊക്കെ ഇവിടെ ഇടാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ ലെവൽസ് ഫൈൻഡ് ചെയ്യാനാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ലെവൽസ് ഫൈൻഡ് ചെയ്യാൻ ശരിക്കും പറയുവാണെങ്കിൽ വേറൊരു ഐഡിയ കൂടി ഉണ്ട് നമുക്ക് നോക്കുവാണെങ്കിൽ. അതായത് നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ CPRൻ്റെ പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ. ഈ CPR/kgs എന്നുള്ള ഇൻഡിക്കേറ്ററിനകത്തൊരു സംഗതിയുണ്ട്. അതായത് ഇത് നമ്മളിന്ന് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സെറ്റിങ്സിൻ്റെ സിമ്പിളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ സംഗതികളുണ്ട്. ഡെയിലി പിവറ്റ്, ഡെയിലി BC, TC, R1, R2, R റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ സപ്പോർട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡെയിലി R1, R2 ഒക്കെയാണിത്. പിവറ്റ് ലെവൽസ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നാളത്തേക്കുള്ള പിവറ്റ് പോയിന്റ്സ് ഒക്കെ ഇവിടെ കാണിക്കും. അതായത് നാളത്തേക്ക് പിവറ്റായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ലെവൽസ് എല്ലാം ഇവിടെ ഇതിനകത്ത് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. ആവശ്യമില്ലാത്തതെല്ലാം അവോയ്ഡ് ചെയ്ത് കളയുക. ഈ വീക്കിലി ഒക്കെയുള്ള ലെവൽസ് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക. തൽക്കാലത്തേക്ക് ആവശ്യമില്ല. പിന്നെ ഒരുപാട് ലെവൽസ് ആയി കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുപോലെ എന്താണ് പറയുന്നത്, ഇതിനകത്ത് വേറെ സംഗതിയുണ്ട്. അതായത് നമുക്ക് നോർമൽ CPR ലെവൽസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ മന്ത്ലി S1 S2 ഒക്കെ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് പ്രീവിയസ് മന്തിലെ ഹൈ, അത് നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക കളർ കൊടുക്കുക, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാകത്തിന്. അതായത് ഇതിന് മുമ്പത്തെ മാസത്തെ, അപ്പോൾ ഇതിപ്പോൾ ജനുവരിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ മാസം ഏതാണ്, ഡിസംബറിലെ ഒരു ഹൈ, അതൊരു നല്ല റെസിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ ഡിസംബറിലെ ആ മാസത്തെ ലോ, അതായത് കഴിഞ്ഞ മാസത്തെ ലോയെ ഹൈ, അതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസുമാണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ ആഴ്ചയിലെ ഒരു ലോയും ഹൈയും. അപ്പോൾ അത് നമുക്കൊന്ന് കളർ മാറ്റി കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടൊരു കളർ വേണമെങ്കിൽ കൊടുക്കാം അവിടെ. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ ദിവസത്തെ, ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആണെങ്കിൽ ഇതിന് മുമ്പത്തെ ട്രേഡിംഗ് ഡേ ഏതായിരുന്നു, വെള്ളിയാഴ്ച. അപ്പോൾ അന്നത്തെ ഒരു ലോയും ഹൈയും. ക്ലിയർ ആയല്ലോ. അതായത് ഇതിന് മുമ്പത്തെ ആഴ്ചത്തെ, ഇതിന് മുമ്പത്തെ മാസത്തെ, ഇതിന് മുമ്പത്തെ ദിവസത്തെ ഹൈയും ലോയും നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ഡ്രോ ചെയ്ത് തരും. ഇതുണ്ടോ, ക്ലിയർ ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഓരോ ലൈൻസ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വിട്ടാൽ മതി. ഇതുണ്ടോ, വളരെ എളുപ്പമാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ നല്ല നല്ല ക്യാൻഡിൽസൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് വെച്ച് ഹൈയും ലോയും, അത് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും വെച്ച് ഡ്രോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല ലെവൽസ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ പെർഫെക്ഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ജസ്റ്റ് റഫായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക, അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ. അതായത് ഇതിന് മുമ്പത്തെ ഹൈയും ലോയും ഒക്കെ നോക്കാനായിട്ട് അറിയത്തില്ലാത്ത ആൾക്കാർ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇത് നിഫ്റ്റിയിൽ മാനിഫ്റ്റിയിൽ ഇതുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഏത് ചാർട്ട് എടുത്തു കഴിഞ്ഞാലും അത് അതിനകത്ത് അതുപോലെ തന്നെ വരും, മാറ്റമൊന്നുമില്ല. ഇവിടെ സേവ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് ഞാനിവിടെ IRCTCയുടെ ഒക്കെ ഒരു പ്രൈസ് ആക്ഷൻ ലെവലൊക്കെ പണ്ട് വരച്ച് വെച്ചത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ബാനിഫ്റ്റി എടുത്തിട്ട്
നമുക്ക് തന്നെ മാനുവലായിട്ട് എങ്ങനെ, അതായത് ഈ ഇൻഡിക്കേറ്റർ വെച്ച് ഫൈൻഡ് ചെയ്യാതെ മാനുവലായിട്ട് എങ്ങനെ ഡ്രോ ചെയ്യാമെന്ന് കൂടെ നോക്കാം കേട്ടോ. എല്ലാം ഞാൻ റിമൂവ് ചെയ്ത് പറഞ്ഞു. അതായത് ഇത് 1 ഹവറിൻ്റെ ചാർട്ടല്ല, ഞാൻ 1 ഹവർ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അതായത് മാർക്കറ്റ് നന്നായിട്ട് താഴേക്ക് വന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഇനി നമ്മൾ വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ലെവലോട്ട് ട്രേഡ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിലോട്ട് പോകണം. കഴിഞ്ഞ ആഴ്ച ഇല്ല എങ്കിൽ നമ്മൾ കഴിഞ്ഞ മാസത്തേക്ക് പോകണം. അപ്പോൾ വൈഡ് റേഞ്ചിലുള്ള ചാർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വലിയ ടൈം ഫ്രെയിം അവിടെ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വലിയ ടൈം ഫ്രെയിം ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 1 ഹവർ ഇട്ടു. എന്നിട്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇവിടെ സപ്പോർട്ടല്ലേ, ഈ സപ്പോർട്ട് ഞാൻ ഡ്രോ ചെയ്തു. അതായത് ഇപ്പോൾ ഞാനിത് ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത്. Alt H ജസ്റ്റ് ഷോർട്ട് കട്ടാണ് കേട്ടോ. Alt H ജസ്റ്റ് അമർത്തുവാണെങ്കിൽ ഇവിടെ ലൈൻ കിട്ടും. അതായത് ഈ ഒരു ലൈൻസിനകത്ത് ഏതാണ് ഈ ഹോറിസോണ്ടൽ ലൈൻ കേട്ടോ, ഹോറിസോണ്ടൽ ലൈൻ. അപ്പോൾ ഇതിന് മുമ്പത്തെ സപ്പോർട്ട്സ് എല്ലാം ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് ഞാനിത് ഡ്രോ ചെയ്തത്. കളർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാം, ഒരു കുഴപ്പമില്ല. എനിക്ക് സാധാരണ ബ്ലൂ ആണ് കൊടുക്കാറുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ബ്ലൂ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഹൈ ഏതാണ് 48,630. ഒന്നുകൂടെ നമുക്കിന്ന് നന്നായിട്ട് ഇത് സൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഈ ലെവൽ ഏതായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഏരിയ കേട്ടോ 590 മുതൽ 630 വരെ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 590 എടുക്കുന്നുള്ളൂ. ഇവിടെ ചിലപ്പോൾ ഇവിടെ വരെ പോയില്ല എങ്കിലോ. പിന്നെ ഇവിടെ നമുക്കിത് കറക്റ്റായിട്ട് വരയ്ക്കാനുണ്ട്, അത് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ ലെവൽ ഫൈൻഡ് ചെയ്യുക. കാരണം എന്താണ്, ഇതിന് മുമ്പത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട്, ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ഇതുണ്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഈ മുകളിലത്തെ കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ഏരിയ ഇതുണ്ടോ 450 ലെവൽ. അപ്പോൾ 450, 597. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഡ്രോ ചെയ്യുമ്പോൾ എന്താണ് ഒരു 100 പോയിൻറ്റ് 150 പോയിൻറ്റ് ഡിഫറൻസ് ഒക്കെ വെക്കുക. 80 പോയിൻറ്റ് 100 പോയിൻറ്റ് 150 പോയിൻറ്റ്. അപ്പോൾ ഇവിടെ അടുത്ത് വേറെ ലെവലൊന്നും നോക്കാനില്ല. അതുകൊണ്ടാണ് 450 ശേഷം നല്ല റെസിസ്റ്റൻസ് ആയിട്ട് 597 ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 450 എന്നുള്ളത് ഒരു ഈ ഒരു ഏരിയ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. 473. പിന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് ഏതെങ്കിലും ഒരു പിവറ്റ് പോയിന്റ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിനും കൂടെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതായത് നമ്മൾ പിവറ്റ് പോയിന്റ് അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസോട് ആക്ട് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു പിവറ്റ് പോയിന്റ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ പിവറ്റ് പോയിന്റ് ഇതിനടുത്ത് എവിടെയാണെങ്കിൽ അത് ചേർത്ത് നമുക്ക് ഡ്രോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 റെസിസ്റ്റൻസ് ലെവൽസ് ഫൈൻഡ് ചെയ്തു. അപ്പോൾ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ എവിടെയായിരിക്കും, ഇതുണ്ടോ 380 ഇവിടെ. അതിന് തൊട്ട് താഴെ എവിടെയായിരിക്കും 260. ക്ലിയർ ആയല്ലോ. അതായത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അടുത്ത ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, തൊട്ടടുത്ത ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് വേണം നമുക്ക് ഡ്രോ ചെയ്യാതെ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ചുകൂടി നല്ല രീതിക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയ. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേണം ഇത് തന്നെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. 450 ഇത്ര ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ്. ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ ഏതാണ് ഈ ഒരു ഏരിയ ഇതുണ്ടോ. ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ക്യാൻഡലിൻ്റെ ലോയ, ഇവിടുത്തെ ക്യാൻഡലിൻ്റെ ഹൈ ഇത് നോക്കിയേ 48,080 റെസിസ്റ്റൻസ് അല്ലേ, ആണ്. അതുപോലെ എന്താണ് ഇവിടെ എവിടെ നിന്നാണ് മാർക്കറ്റ് ഫോൾ സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോൾ ആണല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ആയിരിക്കും നാളെ ഇമ്പോർട്ടൻറ്റ് കണ്ടോ. അതായത് ഇവിടെ നല്ലൊരു സപ്പോർട്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. അതുകൊണ്ട് പിന്നീട് 2 ക്യാൻഡിൽ മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു, ഇവിടെ എന്നുണ്ടോ നിന്നു, രക്ഷയില്ല. അപ്പോൾ ഇത് നമ്മൾ റഫായിട്ട് ഇത്രയും വരച്ചു. ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഇവിടെ. അത് ഇവിടെ നിന്ന് ഡ്രോ ചെയ്ത് വെച്ചു. അത് ഇന്നത്തെ ലോ. അപ്പോൾ നാളെ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് ഡേയിൽ ഒരു ലോ. അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ, താഴേക്കുള്ളത് നമുക്ക് കിട്ടി. അത്യാവശ്യം നല്ല ലെവൽസ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ ലെവൽസ് ഒരു വീക്ക്ലി ലെവൽസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 1500 പോയിന്റ് മുകളിലോട്ടും ഒരു 1500 പോയിന്റ് താഴേക്കൊക്കെ ഡ്രോ ചെയ്യാം. കാരണം എങ്ങോട്ടെങ്കിലും 2 ദിവസം കണക്ക് ചിലപ്പോൾ 1500 പോയിന്റ് മൂവ് ചെയ്തെന്ന് വരാം. ക്ലിയർ ആയോ. അപ്പോൾ അതുപോലെ തന്നെ താഴേക്ക് നമ്മൾ പുതിയ പുതിയ ലെവൽസ് ഫൈൻഡ് ചെയ്യുക. ഇവിടുത്തെ ഒരു ലോ വരെ ഞാൻ തൽക്കാലം ഡ്രോ ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ, റഫായിട്ടാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത് 1 ഹവർ ഇട്ടിട്ടല്ലോ, നമ്മൾ 15-5 ഒക്കെ ഇട്ടിട്ടല്ലേ. 15 ഇട്ട് പോയി നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും വോളറ്റാലിറ്റിയാണ് മാർക്കറ്റിൽ. അപ്പോൾ 15 ഇട്ട് ഡ്രോ ചെയ്യുക. ഇനി മിനിമം 15 ഇട്ട് നോക്കുക. ഈ 15 ഇട്ട് കഴിയുമ്പോൾ എന്തൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്, ഇവിടെ 402 സപ്പോർട്ട് അല്ലേ, പിന്നെ റെസിസ്റ്റൻസ് എവിടെയാണ്. അപ്പം ഇവിടെ നമ്മളിപ്പോൾ നോക്കുന്ന രീതിയിലുള്ള ആ ഒരു ഏരിയയിലെ ക്യാൻഡിൽസ് റെസിസ്റ്റൻസ് ആയിട്ട് ഇതിന് മുമ്പ് ആക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി നോക്കുക കേട്ടോ. ഞാൻ 518 ലെവലിലൂടെ റെസിസ്റ്റൻസ് ആയിട്ട് ഫൈൻഡ് ചെയ്തു, ഡ്രോ ചെയ്തു. 518 ഇതിന് മുമ്പ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നോക്കുന്നത് എപ്പോഴാണ്, 9 ജനുവരി അല്ലേ. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് 8-ാം തീയതിയാണ്. അപ്പോൾ 8 ജനുവരിയിൽ എന്താ സംഭവിച്ചത്, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ഏരിയ. ഇതിന് മുമ്പ് 3-ാം തീയതിയും ഈ ഒരു ഏരിയ നല്ല സപ്പോർട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ്. ക്ലിയർ ആയാലോ. അപ്പോൾ 402 സപ്പോർട്ട്, 518 റെസിസ്റ്റൻസ്. ഇത് നമ്മൾ മാനുവലി ഡ്രോ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിന് മുകളിലോട്ട് എവിടെയായിരിക്കും റെസിസ്റ്റൻസ്, നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഒരു ചെറിയ കൺസോൾട്ടേഷൻ നടന്നു, അതിനുശേഷം താഴേക്ക് വന്നു അല്ലേ. 830, 720. ഇവിടുത്തെ ലോ എവിടെയായിരുന്നു, 720, 722 ലെവൽ. ശരിയല്ലേ, നേരെ താഴേക്ക് വരുമല്ലേ ഇത്.
അപ്പോൾ ഇനി ചിലപ്പോൾ എന്ത് സംഭവിക്കും, ഇനി മാർക്കറ്റ് പതിയെ റിക്കവറിക്ക് ശ്രമിച്ചാൽ ഇവിടെ നിന്ന് ഫസ്റ്റ് ഒന്ന് നേരെ റിവേഴ്സ് വന്നു വരാം, ശരിയല്ലേ, ഈ ഒരു ഏരിയ. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ 724 ലെവല് റെസിസ്റ്റൻസ്. പക്ഷേ ഇത്രയും വലിയ ഗ്യാപ്പ് ഇവിടെ കിടക്കുമല്ലേ, അപ്പോൾ ഒറ്റയടിക്ക് അങ്ങനെ കയറി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ, ഇല്ല. കാരണം 518 724 210 പോയിന്റ് ഉണ്ട്. ഒറ്റയടിക്ക് 210 പോയിന്റ് മൂവ്മെൻ്റ് ഒക്കെ എപ്പോഴും സംഭവിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ലെവൽ കൂടി നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഒന്നുകിൽ നമുക്ക് നാളത്തേക്ക് ഏതെങ്കിലും പിവറ്റ് പോയിന്റ്സ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം, അല്ല എങ്കിൽ ഇതിന് മുമ്പത്തെ ഹിസ്റ്ററി എടുത്തിട്ട്, ഇതിന് മുമ്പത്തെ മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി അനുസരിച്ച് ഇവിടെ ഒരു ലെവൽ ഫൈൻഡ് ചെയ്തുകൊണ്ടോ 640 എന്നുള്ള നല്ല ലെവലാണ്. അപ്പോൾ അവിടെ വേണേൽ ഇതുകൊണ്ട് ഡ്രോ ചെയ്ത് വയ്ക്കാം, ജസ്റ്റ് ഡ്രോ ചെയ്ത് വയ്ക്കാം. അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇതിന് കൊടുക്കണ്ട, വേണമെങ്കിൽ അതിന് കളർന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇറക്കാൻ മനസ്സിലായാലും എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് 830 വരെ നമുക്ക് കിട്ടി. അതിനുശേഷം ഇവിടെ റെസിസ്റ്റൻസ് ഇതുണ്ട്, ഇവിടെ നല്ല സപ്പോർട്ട് ആക്ട് ചെയ്തു, ഈ ക്യാൻഡിലൂടെ റെസിസ്റ്റൻസ് അറ്റാക്ട് ചെയ്തു. ഇത് നല്ലൊരു ഏരിയ ആയിരുന്നു, 936 എന്നുള്ളത്, ശരിയല്ലേ, നല്ലൊരു ഏരിയ. അപ്പോൾ ഇതിന് മുമ്പും ഈ ഏരിയ സപ്പോർട്ട് റെസിസ്റ്റൻസ് അറ്റാക്ട് ചെയ്തിട്ടുണ്ട് നോക്കുക. അതായത് 8-ാം തീയതി അല്ലേ, ഇങ്ങോട്ട് വന്നേ 4-ാം തീയതി ഏരിയ സപ്പോർട്ട് അറ്റാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് 2-ാം തീയതി റെസിസ്റ്റൻസ് അറ്റാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് 27-ാം തീയതി സപ്പോർട്ട് അറ്റാക്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് 22-ാം തീയതി റെസിസ്റ്റൻസ് അറ്റാക്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് സപ്പോർട്ട് അറ്റാക്ട് ചെയ്ത ഏരിയയാണ്. അപ്പോൾ 936 നല്ല ലെവലാണ്. അപ്പോൾ നമ്മൾ ഈ ഏരിയ നല്ല സ്ട്രോങ് ആണോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇതിന് മുമ്പത്തെ ചാർട്ടിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത് ഇന്നത്തെ ലോയ എത്രയാണ്, 47,402 ലെവലിൽ ഇന്നത്തെ ലോയ. അതിന് താഴേക്ക് വരിക. ഇതിന് മുമ്പ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് മാർക്കറ്റിൽ, ഇതിന് മുമ്പ് എപ്പോഴാണ് ഈ ലെവലിലോട്ട് മാർക്കറ്റ് വന്നിട്ടുള്ളത്, ഏകദേശം 21-ാം തീയതി ഡിസംബർ അല്ലേ, കഴിഞ്ഞ മാസം. അപ്പോൾ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. എവിടെയാണ്, ഇവിടെ ഈ ക്യാൻഡിൽ റെസിസ്റ്റൻസ്, ഈ ക്യാൻഡിലിൻ്റെ ഹൈ, ഈ ക്യാൻഡിലിൻ്റെ ലോയ്, ഏകദേശം ഒരു 260 ലെവൽ അല്ലേ, 260 അവിടെ ഡ്രോ ചെയ്യാം. അതിന് മുമ്പത്തെയോ ഇവിടെ ഒരു ലോ കാണുന്നുണ്ട്, പക്ഷേ അത് സ്ട്രോങ് കാണാതെ. ഇത് നോക്കി, ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇവിടുത്തെ സപ്പോർട്ട്, അതായത് ഈ 13-ാം തീയതിയിലത്തെ റെസിസ്റ്റൻസ്, 21-ാം തീയതിയിലത്തെ സപ്പോർട്ട് 214, അതിനും ഒരു ലോ ഉണ്ട് 932. ഇതുണ്ടോ, വേണമെങ്കിൽ ഇവിടെ കൂടെ ഡ്രോ ചെയ്യാം ഒരു ചെറിയ ലെവൽ. ക്ലിയർ ആയാലോ. അപ്പോൾ നമ്മൾ ഇത്രയും ലെവൽസ് ഇവിടെ ഫൈൻഡ് ചെയ്തു, നോക്കിയേ, ഇത്രയും ലെവൽസ്. ഇനി വേണം ഇതിൻ്റെ കൂടെ പ്രൈസ് ആക്ഷൻ ലെവൽസ് കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വിടാം. അതായത് ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നതാണ്. അപ്പോൾ ഇനി ഈ ഏരിയ ഉറപ്പായിട്ട് റെസിസ്റ്റൻസ് അറ്റാക്ട് ചെയ്യും. മുകളിലോട്ട് കയറുവാണെങ്കിലും ഈ ട്രെൻഡ് ലൈനെ സൂക്ഷിക്കുക. ഈ ട്രെൻഡ് ലൈനിൽ എവിടെന്നെങ്കിലും റിവേഴ്സിൽ വരാം, ജസ്റ്റ് ഒരു റൂള്. അതുപോലെ തന്നെ ഈ ഒരു ഹൈ നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കാം. ഇവിടെ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ട് റിവേഴ്സിൽ വരാം. ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാം, റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ലെവൽസ് ഫൈൻഡ് ചെയ്ത്. ക്ലിയർ ആയാലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബോൾട്ടാക്കി വിടാം, ഉണ്ടാവും. അതിനുശേഷം വേണമെങ്കിൽ ഒന്ന് കളറൊക്കെ മാറ്റി കൊടുക്കാം, പ്രോബ്ലം ഇല്ല. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ലെവൽസ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ സേവ് കൊടുക്കുക. ലോഗിൻ ചെയ്ത് വെച്ചിരിക്കണം ട്രേഡിംഗ് വ്യൂവിൽ, ഏതെങ്കിലും ഒരു പേരിൽ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുക. ഏതെങ്കിലും Gmail ID മതി. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്ന് വേണ്ട നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ യൂസർ നെയിം പാസ്വേഡുള്ള പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ലെവൽസ് ഫൈൻഡ് ചെയ്യുന്നത്. ക്യാൻഡിൽസിൻ്റെ ഈ ഹൈയും ലോയും എടുക്കുക. ഇതിന് മുമ്പത്തെ മാർക്കറ്റിൽ ആ ഒരു ലെവൽ എങ്ങനെയാണ് ആക്ട് ചെയ്ത് നോക്കുക. പിന്നിലേക്ക് പോവുക ചാർട്ടിൽ, ഇതിന് മുമ്പ് ഈ ലെവലിൽ എങ്ങനെ നിന്നിട്ടുണ്ടെന്ന് കൂടി നോക്കുക. അങ്ങനെ നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അതാണ് ഏറ്റവും സേഫ്. അപ്പോൾ ഇങ്ങനെയാണ് ലെവൽസ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെയുള്ള ലിങ്ക് വഴി ഏതെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്നോട് ഡൗട്ട്സ് ചോദിക്കാൻ താഴെയുള്ള നമ്പർ വഴി ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ മുഴുവനായിട്ട് കാണുക, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളവർക്ക് നമ്മൾ ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്നോട് ഇൻബോക്സ് ആണെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.